അനന്തോ അനന്തൻ നമ്പ്യാരെ എന്നെ തല്ലല്ലേ, ഞാൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല. ഇങ്ങോട്ട് നോക്കി, ഇത് ഞാനാ പ്രഭാകരൻ നമ്പി. ഞാനങ്ങ് ഭയന്ന് പോയില്ലോടോ. ഇങ്ങനെ ഭയന്ന് അതാ അകത്തായത്. ഡോ, കള്ളക്കടത്തും കൊലപാതകവും ഒക്കെ ചെയ്യുന്നവനെ ഇങ്ങനെ പേടിത്തൊണ്ടനാവരുത്. താനിക്കത് പറയാം. ഞാൻ അനുഭവിച്ചതിന്റെ 100-1 താൻ അനുഭവിച്ചിരുന്നെങ്കിൽ ഇതിനു മുമ്പേ ഹാർട്ട് അറ്റാക്ക് വന്ന് എത്തേനെ. 2 മലയാളി സേടികളാ മദ്രാസി കള്ളക്കടത്ത് രാജാവായിരുന്ന എന്റെ ജീവിതം കുട്ടിച്ചോറാക്കിയത്. അവന്മാരെ തട്ടാൻ ഞാൻ പഠിച്ച പണി 18 നോക്കി. പക്ഷെ ആ ഭയങ്കരന്മാരുടെ അടുത്ത് എന്റെ അടവൊന്നും ഫലിച്ചില്ല. ആ പിന്നെ എന്തൊക്കെയുണ്ട് പ്രഭാര വിശേഷങ്ങള്? തന്റെ മുഖത്തെന്തോ തെളിച്ചില്ലാതെ. കള്ളക്കടത്തും കൊലപാതകമൊക്കെ എങ്ങനെയുണ്ട്? ആ, അങ്ങനെ നടന്നു പോകുന്നു. എന്നാലും ഞാൻ ജയിലില്ല എന്നറിഞ്ഞിട്ട് തനിക്കൊന്നും കാണാൻ തോന്നിയില്ലല്ലോ. അതിന് ആ സമയത്തെല്ലാം ഞാൻ ഇടുക്കിയിലായിരുന്നു. അവിടെ കഞ്ചാവ് തോട്ടത്തിന്റെ പണി നടന്നുകൊണ്ടിരിക്കുമ്പോഴാ താ അകത്തായ വിവരം ഞാൻ അറിയുന്നത്. പിന്നെ സംഗതി കുഴപ്പത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക. എന്റെ ലേറ്റസ്റ്റ് ഫോട്ടോ സഹിതം വാർത്ത പത്രത്തിൽ വന്നിട്ടുണ്ട്. നോക്ക്. ഓ മൈ ഗോഡ്. പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയായല്ലോ ഈശ്വര. പുറത്തിറങ്ങാൻ പറ്റില്ല അനന്ത. എന്നെ പറ്റി പോലീസിന് ഇന്നുവരെ യാതൊരു സംശയവുമില്ല. അനാഥ മന്ദിരം, കുഷ്ഠരോഗ നിവാരണം എന്നൊക്കെ പറഞ്ഞ് വളരെ മാന്യമായ രീതിയിൽ ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. താനുമായി ബന്ധമുണ്ടെന്നോ മറ്റോ പോലീസുകാർ അറിഞ്ഞാൽ എന്റെ ഭാവി അതോടെ അവതാളത്തിലാവും. അപ്പോ അനന്തൻ ഇവിടുന്ന് പോണം. പ്രഭാകര, പതുക്കെ. എന്റെ ഭാര്യയെ ഞാൻ ഈ പത്രം കാണിച്ചിട്ടില്ല. എന്റെ രഹസ്യങ്ങളൊന്നും അവർക്ക് പോലും അറിയില്ല. എന്നെ ആപ്പിലാക്കാതെ അനന്തൻ എത്രയും പെട്ടെന്ന് ഒന്ന് സ്ഥലം വിടണം. ആ പഴയ പ്രഭാകരൻ തന്നെയാണോ ഈ സംസാരിക്കുന്നത്? 7 വർഷങ്ങൾക്ക് മുമ്പ് വിജയവാഡയിലെ കാസിനോ ഹോട്ടലിൽ വെച്ചൊരു മാർവാടിയെ തല്ലിച്ചതച്ച് ഇടയിലുണ്ടായിരുന്ന 4 ലക്ഷം രൂപ നമ്മൾ പങ്കിട്ട് ആ സൗഹൃദമൊക്കെ താൻ ഇത്ര പെട്ടെന്ന് മറന്നോ? പഴയ കാര്യങ്ങളൊന്നും പറഞ്ഞ് നേരം കളയണ്ട. ഞാൻ കുറച്ച് രൂപ വേണമെങ്കിൽ തരാം. രൂപയല്ല എനിക്കിപ്പോൾ ആവശ്യം, ഒളിച്ചിരിക്കാൻ ഇടവാ. ഇന്ത്യയിൽ ഒരിടത്തും എനിക്ക് രക്ഷയില്ല. താൻ എനിക്കൊരു കള്ള പാസ്പോർട്ട് സംഘടിപ്പിച്ചതാ. ഞാൻ വല്ല മലയാളിലോ സിംഗപ്പൂരിലോ എവിടെങ്കിലും പോയി വല്ല കൂലിപ്പണിയും ചെയ്ത് ജീവിച്ചോളാം. അതൊന്നും പെട്ടെന്ന് നടക്കുന്ന കാര്യമല്ല എന്താ. എന്നാ ഞാൻ ചെന്ന് പോലീസിന് പിടി കൊടുക്കട്ടെ? അതാ നല്ലത്. ഒരു കള്ള പാസ്പോർട്ട് സംഘടിപ്പിച്ചാൽ ഞാൻ ഈ വീട്ടിൽ നിന്ന് പോകത്തില്ല. ഈ വീട്ടിൽ എന്തായാലും തന്നെ നിർത്താനൊക്കത്തില്ല. താൻ ഒരു കാര്യം ചെയ്യും, എന്റെ കൊപ്രാക്കളത്തിൽ പോയി നിൽക്കും. പക്ഷേ താൻ അടിമുടി ഒന്ന് മാറണം. എന്ന് വെച്ചാ വേഷം മാറണം. തലയിൽ ഒരു വിഗ് വെക്കണം, ഒരു താടി വേണം. പിന്നെ പാറപ്പുറത്ത് ചിരട്ടയിട്ട് വരയ്ക്കും പോലുള്ള തന്റെ ഒരു ശബ്ദം ഉണ്ടല്ലോ, അതൊന്ന് മാറ്റണം. ചേട്ടൻ വന്നേ പിന്നെ എനിക്ക് സുഖം. അല്ലെങ്കിൽ ഈ പണി മുഴുവൻ ഞാനാ ചെയ്തോണ്ടിരുന്നത്. ചേട്ടന് പഴഞ്ചോറ് കിട്ടിയോ? നീ വിചാരിക്കുന്നത് പോലെയുള്ള ആ പോപ്പി ഒന്നുമല്ല ഞാൻ. അയ്യോ, ചേട്ടൻ ദേഷ്യപ്പെടാൻ മാത്രം ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ. മുൻകോപക്കാരെ എനിക്ക് ഇഷ്ടമാ. അവരുടെ ഉള്ളിൽ സ്നേഹം കാണും. ചേട്ടൻ ആരെങ്കിലും ലവ് ചെയ്തിട്ടുണ്ടോ? എടി പെണ്ണെ, നിന്റെ ചാട്ട എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്ക്. മാസം 1000-ലേറെ ശമ്പളം വാങ്ങുന്നവനാ ഞാൻ. 1000 രൂപയോ? നോണ പറയാതെ എന്റെ ചേട്ടാ. മാസത്തിൽ 40 രൂപയാ ചേട്ടന്റെ ശമ്പളം എന്ന് വലിയ തള്ള പറഞ്ഞു. ആഹാ, എന്തുവാ ഇവിടെ രണ്ടാളും കൂടി? എനിക്ക് ചീത്തപ്പേരുണ്ടാക്കി വെക്കുവോ? തങ്കപ്പാ, ഞാൻ സൈക്കിൾ എടുത്തോണ്ട് നമ്മുടെ കൊപ്രാക്കളം വരെ ഒന്ന് പോണം. ഒരാളെ അവിടെ കൊണ്ടാക്കണം. ഓ, ആരേത്? ആരാണെന്ന് തന്നോടാ ചോദിച്ചത്. എങ്ങനെ താൻ അകത്ത് കയറി? ഞാൻ പിന്നെ പ്രഭാകരന്റെ എന്റെ സ്നേഹിതനാ. അമ്മ, എന്റെ സുഹൃത്ത് ഇബ്രാഹിം കുട്ടി. ഇന്നലെ രാത്രി അമ്മ കണ്ടില്ലേ? ആ, നിന്റെ കൂടെ കോണിപ്പടി കയറി പോയത് ഇയാളായിരുന്നു. അപ്പൊ ഇയാൾക്ക് താടി ഉണ്ടായിരുന്നില്ലല്ലോ? ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. എനിക്ക് ഓർമ്മ കിട്ടുന്നില്ലല്ലോ. ഉണ്ടായിരുന്നമ്മേ. ഓ, ഇയാളിട്ടിരിക്കുന്ന നിന്റെ കുപ്പായല്ലേ? അത് പിന്നെ ഇങ്ങനെ ഗതിയില്ലാത്തവനായിട്ട് എന്തിനാ മോനെ നീ കൂട്ടുകൂടുന്നത്? നമ്പ്യ, ഇബ്രാഹിം കുട്ടി സൈക്കിൾ റെഡി. എടാ തങ്കപ്പ, നീ എങ്ങോട്ടാ? ഇബ്രാഹിം കുട്ടി ബസ് സ്റ്റാൻഡിൽ കൊണ്ട് വിട്ടിട്ട് വരും. ആ, കൊപ്ര. അതെന്തിനാ? അതൊക്കെ പിന്നെ പറയാം, വേഗം ചെന്നാട്ടെ. തങ്കപ്പ, നീ പെട്ടെന്ന് ഇങ്ങോട്ട് വരണം. തൊഴുത്തിരി ചാണം വാരാനുണ്ട്. ഒത്തിരി ദൂരം പോണോ? അടുത്താ.
കൊപ്രക്കളത്തില് കൂലിപ്പണിക്ക് പോവുമായിരിക്കും അല്ലയോ? അല്ല, ആ അതെ അതെ. എന്റെ പൊന്നു ചേട്ടാ, ചേട്ടന് കഷ്ടകാലമാ. ആ കണ്ണിച്ചോരില്ലാത്തവന്മാരാ പണിയെടുത്ത് ചേട്ടന്റെ നട്ടല് റബ്ബറാകും. താനേ സൈക്കിളിൽ വിട്ടേ മതി. അല്ല, പറഞ്ഞതേ ഉള്ളൂ. ആ, ഇപ്പോഴാ ഞാൻ ശ്രദ്ധിച്ചത്. എന്റെയും ചേട്ടന്റെയും ശബ്ദം ഒരുപോലെ ഇരിക്കുന്നു. എന്റെ നാടെവിടെ? കായംകുളത്താ. ആ പണ്ട് ഞാൻ അതിലേക്ക് വന്നിട്ടുണ്ട്. ഓ, ആ ചേട്ടന്റെ നാടെവിടാ? മുണ്ടക്കയത്താ. ആ, എന്റെ അച്ഛൻ പണ്ട് അവിടെ ചായക്കട നടത്തിയിരുന്നു. സൈക്കിളെ വിട്ടോ. ചേട്ടൻ ഇറങ്ങിക്കോ. ഇവിടെയാണോ? അതെ. ഇയാളെ ഞാൻ മുമ്പ് എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. അവനെ എനിക്ക് മുൻ പരിചയമുണ്ടല്ലോ. ഇല്ല. ഏയ് ഇല്ല. സാർ ഇവിടെ ഞാൻ വെറുതെ വരൂ. സാർ സാർ എവിടെയായിരുന്നു? സാർ എവിടെയായിരുന്നു? സാർ ഈ വാതിലിൽ കൂടെ കയറിയപ്പോ ഞാൻ ആ വാതിലിൽ കൂടെ അങ്ങോട്ട്. അപ്പൊ ഞാൻ ആ വാതിലിൽ കൂടെ കയറി പിന്നെ ഈ വാതിലിൽ കൂടെ അങ്ങോട്ട് ഇറങ്ങി കയറി വന്നു. നമുക്ക് താഴെ ഇരിക്കാം. പടി കയറി വന്നല്ലേ, ഇനി വീടൊക്കെ ഒന്ന് കണ്ടല്ല. അല്ല, ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് കാണാൻ ഒന്നും തന്നെ ഇല്ല സാർ. അല്ല, ഈ വീടിന്റെ കൺസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ. ദേവു, 2 ചായ വേണം സാർ. ഈ മുറിയില് ഇന്ന് വരെ ആരും അങ്ങനെ വരികയോ ഉറങ്ങുകയോ ഒന്നും ചെയ്തിട്ടില്ല സാർ. ചുമ്മാ മുറിയല്ലേ? ചുമ്മാ മുറി. ആ, അതെ. ഈ ചുറ്റുപാടുള്ള ആൾക്കാരൊക്കെ എങ്ങനെ? എല്ലാം നല്ല ആളുകളാണ് സാർ. അതായത് ഈ പ്രദേശത്തുള്ള എല്ലാവരും എന്നെ പോലെ അന്തസ്സും മാന്യതയും ഒക്കെ ഉള്ളവരാണ് സാർ. സത്യത്തിൽ മക്കളില്ലാത്ത എനിക്ക് അവരൊക്കെയാണ് സാർ ഏക ആശ്വാസം. അന്നൊരിക്കൽ സാറ് പറഞ്ഞല്ലോ, ഈ കുഷ്ഠരോഗ ആശുപത്രിയും അനാഥ മന്ദിരവുമാണ് ഏക ആശ്വാസമെന്ന്. അത് വേറൊരു ആശ്വാസം. എനിക്ക് സാറിനെ വളരെ ഇഷ്ടപ്പെട്ടു. സ്വന്തം അച്ഛനോടൊക്കെ തോന്നുന്ന ഒരു തരം സ്നേഹം. സാറിനെ കാണാൻ വേണ്ടി എന്റെ മനസ്സ് എപ്പോഴും വെമ്പൽ കൊള്ളുന്നു. ഞാൻ എപ്പോഴും ഈ വീട്ടിൽ വന്നോട്ടെ. പിന്നെന്താ, മക്കളില്ലാത്ത എനിക്ക് ഇതും ഒരാശ്വാസമായിരിക്കും. കറക്റ്റ്. ഈ ജനലിൽ കൂടെ പുറത്തേക്ക് നോക്കുമ്പം എന്തൊരു മനോഹാരിത. ഈ മുറി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇതെന്റെ സ്വന്തം കമ്പിളിയാ. ഞാൻ പതിവായിട്ട് പുറകാറുള്ളതാ. ഇവിടെ തന്നെ. ആയിക്കോട്ടെ, ഞാൻ ചോദിച്ചില്ലല്ലോ. അല്ല, പറഞ്ഞതേ ഉള്ളൂ. റാസ്കൽ, മനുഷ്യനെ സാർ, അമ്മ ഒരെ കഴുതകളെ പിടിച്ച് ജോലിക്ക് നിർത്തും. ഈ റാസ്കൽ കഴുതയില്ല സാർ, ഈ റാസ്കൽ കോവർ കഴുതയാണ്. ഇങ്ങനെയാണോ ഒരു മാന്യന്റെ മുറിയിലേക്ക് ചായ കൊണ്ടുവരുന്നത്? എന്ത് എന്നെ കൊല്ല്. ഇനി ഈ തടി കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. ഈ അലവലാതി സീനികളുടെ ജോലിക്ക് വന്ന് എനിക്കിത് കിട്ടണം. ദാമു, തോന്നിയ ദിവസം പറയരുത്. ഞാൻ ഇനി തോന്നിവാസേ പറയൂ. മുഖം മൂടി വെച്ച് കണ്ടപ്പോ ഞാൻ വിചാരിച്ചു കൊലപാതകയായിരിക്കുമെന്ന്. കൊലപാതകൾ വന്നാൽ അവരുടെ ആളെന്ന് കരുതിക്കോട്ടെന്ന് വിചാരിച്ച് എടുത്തിട്ടതാ, എന്നെ ഉപദ്രവിക്കാതിരിക്കാൻ. നീ മണ്ടനാണ് ദാമു. നിങ്ങൾ അവണ്ണന്മാര് കുറെ കാലമായല്ലോ പരക്കമായ തുടങ്ങിയിട്ട്. എന്ത് തേങ്ങ ഇതുവരെ അന്വേഷിച്ച് കണ്ടുപിടിച്ചത്? ഷട്ടപ്പ് ദാമു. എടുത്തു, എനിക്ക് ഈ ജീവിതം എടുത്തു.
എവിടെ നിന്റെ മുടിയും താടിയും? നീ ഒരു നയവഞ്ചകനാണ്, തോളിലിരുന്ന് ചെവി തിന്നുന്നവനാണ്. ഞാൻ കോവർ കഴുതയാണെങ്കിൽ നീ ഹിപ്പോപ്പൊട്ടാമസാണ്, കണ്ടാമൃഗമാണ്. അയാൾ എന്നെ തല്ലിയപ്പോ നീ ഒരു ചെറുവിരൽ അനക്കിയോ? നീ വേഷം മാറി നടക്കുമ്പോ ഞാൻ ഈ തല്ലിപ്പൊളി വേഷത്തിന് ഞാൻ ഇല്ലടാ. പണിയെടുത്ത് എന്റെ നടു ഒടിഞ്ഞു. ഞാൻ മദുരാശിയിലേക്ക് പോവുക. അവിടുത്തെ വല്ല ലോക്കൽ കേസുകളൊക്കെ അന്വേഷിച്ച് ഒരു സാധാ സിഐഡിയായി ഞാൻ ജീവിച്ചോളാം. ചെല്ലേ, മദ്രാശിയിലേക്ക് ചെല്ലേ. നിന്നെയും കാത്ത് അനന്തൻ നമ്പ്യാർ അവിടെ ഇരിപ്പുണ്ട് കൊല്ലാൻ. അനന്തൻ നമ്പ്യാരോ? അതേടാ, നമ്പ്യാർ ജയിലിയാടി. എന്റെ ഈശ്വര, എവിടെ നിന്നൊക്കെ കള്ളി ഇല്ലാതായോ? ആയി വിജയ, ഇവിടുത്തെ കേസ് തെളിയിക്കാൻ കഴിഞ്ഞാൽ മന്ത്രിയോട് പറഞ്ഞ് നമുക്ക് ഇവിടെ പോലീസാകാം. മദ്രാശിയിൽ ചെന്നാൽ അനന്തൻ നമ്പ്യാർ നമ്മളെ ജീവിക്കാൻ സമ്മതിക്കില്ല. തമിഴ്നാട് സി ഐ ഡി മിസ്റ്റർ രാംദാസ് ഹിയർ. ആര്, മിനിസ്റ്ററോ? ഗസ്റ്റ് ഹൗസിലോ? ഓ, വരാം. ആ, ഉടനെ വരാം. സ്റ്റേറ്റ് പോലീസ്, തമിഴ്നാട് സി ഐ ഡി, ഇതൊന്നും എനിക്ക് കേൾക്കണ്ട. കേസിന് വല്ല പുരോഗതി ഉണ്ടോ അത് പറ. കേസ് വളരെ വളരെ മുന്നോട്ട് നീങ്ങിക്കഴിഞ്ഞു. പക്ഷെ ഒരു അപേക്ഷയുണ്ട്. സ്റ്റേറ്റ് പോലീസ് പറയുന്ന പോലെ സംശയം തോന്നുന്ന ആളെ ഇപ്പൊ തന്നെ പോയി അറസ്റ്റ് ചെയ്യാൻ സാർ ഞങ്ങളോട് പറയരുത്. നിങ്ങൾ ആരെ സംശയിക്കുന്ന പറയുന്നത്? ആള് ഞങ്ങളുടെ കൺമുന്നിൽ തന്നെ ഉണ്ട് സാർ. ആര്, ഞാനോ? അല്ല, ഞങ്ങളുടെ നിരീക്ഷണ വലയത്തിൽ. ഒരു വിശ്വാസത്തിന് വേണ്ടി ഞാൻ ചില തെളിവുകൾ കാണിക്കാം. കോൺസ്റ്റബിൾ, സോറി, സി ഡി മിസ്റ്റർ വിജയൻ, ഓപ്പൺ ദ ബോക്സ്. പെട്ടി തുറക്കൂ. ഇത് അതിഭയങ്കരമായ ഒരു തെളിവാണ് സർ. സോറി, ഫിംഗർ പ്രിന്റ്സ്. ബാറ്റക്കാരാണോ കൊലപാതകികൾ? അല്ല സാർ, ഇനി മറ്റൊരു തെളിവും കൂടിയുണ്ട്. ഒരു മുഖം മൂടി. ഇനി ഒരേ ഒരു തുമ്പും കൂടി കിട്ടിയാൽ ഈ കേസിലെ എല്ലാ പ്രതികളെയും ഞങ്ങൾ അതോടെ പൂട്ടും. എന്ത് തുമ്പ്? കുറ്റവാളിയുടെ രക്തം. ഇനി അത് മാത്രമേ കിട്ടാനുള്ളൂ. രക്തമെടുക്കാനുള്ള സിറിഞ്ചും ക്ലോറോഫോമും ഞങ്ങളുടെ കയ്യിലുണ്ട്. എന്തൊക്കെയാണ് നിങ്ങൾ ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മദ്രാശിയിലെ ആരെയൊക്കെയോ പിടിച്ചു എന്നോ കമ്മിറ്റി എന്നൊക്കെയാണല്ലോ പറഞ്ഞു കേട്ടുള്ളത്. എനിക്ക് വിശ്വാസം വരുന്നില്ല. അസംബ്ലി കൂടാൻ പോവുക. അവിടെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടത് ഞാനാ, നിങ്ങളല്ല. എത്രയും പെട്ടെന്ന് കേസ് തെളിയിച്ചില്ലെങ്കിൽ ഖജനാവിന് വരുത്തി വെച്ച നഷ്ടത്തിന് നിങ്ങൾ മറുപടി പറയേണ്ടി വരും. അങ്ങനെ പറയരുത് സാർ. അങ്ങനെ പറഞ്ഞാൽ ഞാനും ചിലതൊക്കെ പറയും. കഴിഞ്ഞ വർഷം ജൂൺ മാസത്തിൽ ഉദരന്നൂർ ചെക്ക് പോസ്റ്റിൽ വെച്ച് കൊല്ലപ്പെട്ട രാജേന്ദ്രൻ എന്ന എസ് ഐയെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അതൊരു കൊലപാതകമല്ല, സ്വാഭാവിക മരണം മാത്രമാണെന്ന് നിങ്ങൾ വരുത്തി തീർത്തു. അയാളുടെ കുടുംബത്തിന് ആനുകൂല്യങ്ങൾ നിഷേധിച്ചു. 2 വർഷത്തെ സർവീസ് തികയാൻ 2 ദിവസം കൂടി വേണമെന്ന് പറഞ്ഞ് അയാളുടെ വിധവയ്ക്ക് ജോലി നിഷേധിച്ചു. പാവങ്ങളായതുകൊണ്ട് അവർക്ക് കേസ് നടത്താൻ കഴിഞ്ഞില്ല. ആദ്യം അവർക്ക് നീതി നൽകൂ, പിന്നീട് അവർ കേസ് അന്വേഷണം മാസ്റ്ററൊക്കെ. Come on. പെട്ടെന്ന് മനസ്സിലായി. ഒരു നിമിഷം. ഇപ്പൊ വരാം. ഏതോ പരസ്യചിത്രത്തിൽ നിന്ന് ഇറങ്ങി വന്ന മോഡലിനെ പോലുണ്ട്. ഈ വേഷം കണ്ടിട്ടാണോ? ഉം. സിഐഡികളുടെ ഒരു അന്തർദേശീയ വേഷമാണിത്. ഇംഗ്ലീഷ് സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ? ഓർക്കുന്നില്ല. ഇനി ശ്രദ്ധിച്ചോളൂ. പിന്നെ മിനിസ്റ്ററോട് ഞാൻ കുറച്ച് ചൂടായി. ഏത് മിനിസ്റ്റർ? ഹോം മിനിസ്റ്റർ. ശോഭയുടെ പ്രശ്നങ്ങൾക്ക് ഉടൻ പരിഹാരം കണ്ടില്ലെങ്കിൽ അത് പ്രശ്നമാകുമെന്ന് ഞാൻ പറഞ്ഞു. പ്രശ്നം ഞാനൊന്ന് പഠിക്കട്ടെ എന്നായിരിക്കും അദ്ദേഹം പറഞ്ഞത്. ഇത് ഞാൻ നേരത്തെ എത്ര പ്രാവശ്യം കേട്ടിട്ടുള്ളതാ. ഇനി എന്നാണാവോ ഇവരൊക്കെ പഠിക്കുക? ശോഭ സമാധാനമായിട്ടിരിക്കൂ, എല്ലാം ശരിയാകും. ആരാ ആ കൗണ്ടറിൽ നിൽക്കുന്ന കള്ളത്താടിക്കാരൻ മൊട്ട? എവിടെ? ലെഫ്റ്റില്. അയ്യോ, അതിവിടുത്തെ ജോലിക്കാരനാ, പാവാ. അതുകൊണ്ട് കാര്യമില്ല. ഞങ്ങൾ CIDs വേഷം മാറുന്ന പോലെ കള്ളക്കടത്തുകാരും വേഷം മാറും. ഓക്കെ, ഒന്ന് ശ്രദ്ധിച്ചോളൂ. ടെക്സ്റ്റൈൽ ഷോപ്പിൽ നീ ആരെ കാണാൻ പോയതാണ്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്നൊന്നും വിചാരിക്കണ്ട. ഞാൻ ഡിപ്പാർട്ട്മെന്റിൽ അറിയിക്കും. ഇവിടെ നടക്കുന്നത് കേസന്വേഷണമല്ല, പഞ്ചായത്തടിയാണെന്ന് ഞാൻ എഴുതും. ഉത്തരവാദപ്പെട്ട ഒരു ജോലി ചെയ്യാൻ വന്നിട്ട് മഞ്ഞപ്പിത്തം പിടിപെട്ടവന് എല്ലാം മഞ്ഞയായിട്ടേ തോന്നൂ. ഉത്തരവാദപ്പെട്ട ഒരു ജോലി ചെയ്യാൻ വന്നവനാണല്ലോ നീയും. നിനക്ക് ഞാൻ ക്ലോറോഫോം തന്നു, സിറിഞ്ച് തന്നു. ഇടാ, ഒരു മനുഷ്യന്റെ ഒരു തുള്ളി ചോര പോലും എടുക്കാൻ കഴിയാത്ത നീയൊക്കെ എവിടുത്തെ സിഐഡിയാണ്ടാ? ക്ലോറോഫോം തീർന്ന പിന്നെ വേണ്ട, നിന്റെ സഹായം എനിക്ക് വേണ്ട. ആ കശ്മലന്റെ ചോര എടുക്കാൻ എനിക്കറിയാം. നമുക്ക് ഒരുമിച്ച്. വേണ്ട, ഒരുമിക്കണ്ട. 24 മണിക്കൂറിനകം അവന്റെ ചോരയെടുത്ത് ഞാൻ നിനക്ക് കാണിച്ചു തരാം.